ഇപ്പോൾ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് രക്തം തൊട്ടാണ്. ഇപ്പോൾ രക്തത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു പ്ലാസ്മയുണ്ട്, അതേപോലെ രക്തകോശങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു രക്തം എടുക്കുകയാണെങ്കിൽ അതിലെ ദ്രാവക ഭാഗത്തിന് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നു. അതിലെ രക്തകോശങ്ങൾ അതിന് നമ്മൾ അടിയിലടിയുന്ന രക്തകോശങ്ങളായിട്ട് പറയുകയാണ്. ഇവിടെ 3 എണ്ണമാണ് രക്തകോശങ്ങൾ തന്നിരിക്കുന്നത്. അതിലൊന്ന് ചുവന്ന രക്താണുക്കളാണ്. ഒന്ന് ചുവന്ന രക്താണുക്കൾ പറഞ്ഞു, പിന്നെ ഒന്ന് വെളുത്ത രക്താണുക്കൾ, പിന്നെയുള്ളത് പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ചുവന്ന രക്താണുക്കളുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ സംവഹനം എന്നാണ്. സംവഹനം, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുക. ഇതെന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ്. നമ്മളെ രോഗങ്ങളൊന്നും വരുത്താതെ നമ്മുടെ രോഗം വരാണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് തടയുന്നത് ഈ പറയുന്ന വെളുത്ത രക്തകോശങ്ങളാണ്. പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി ഇവിടെ തന്നിരിക്കുന്നത് പ്ലാസ്മയിലെ ഘടകങ്ങളാണ്. അതിൽ ജലമുണ്ട്, അതേപോലെ തന്നെ പ്രോട്ടീനുകളുണ്ട്. അതിൽ പ്രോട്ടീനുകൾ എന്ന് പറയുന്നതിൽ 3 പ്രോട്ടീനുകളാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെയാണ്? ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, അതേപോലെ ഫൈബ്രിനോജൻ. ഇതിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആൽബുമിൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ, BP കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ആൽബുമിൻ. അപ്പോൾ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് ആൽബുമിനാണ്. ഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മളെ പ്രതിരോധത്തിന് സഹായിക്കുന്നു. നമ്മുടെ ബോഡി രോഗപ്രതിരോധത്തിന് സഹായിക്കുക എന്നുള്ളതാണ് ഗ്ലോബുലിൻ്റെ ധർമ്മം. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, കട്ട പിടിക്കാൻ. അപ്പോൾ ഇതാണ് ഇവയുടെ ധർമ്മങ്ങൾ വരിക. അപ്പോൾ പ്രോട്ടീനുകൾ 3 എണ്ണമാണ് ഈ പറയുന്ന പ്ലാസ്മയിലുള്ളത്. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അതിൽ ആൽബുമിൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഗ്ലോബുലിൻ പ്രതിരോധത്തിന്, രോഗപ്രതിരോധം നടത്തുന്നതിന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കുന്നതിന്. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ, പ്ലാസ്മയിലെ വിവിധ പ്രോട്ടീനുകളുടെ ധർമ്മം. അതാണിപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത വരുന്നത് നമ്മുടെ ഒരു ശരീരത്തിലെ ടിഷ്യൂ ദ്രവത്തിൻ്റെ രൂപീകരണം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ഇതിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തന്നത് ഇതായിരുന്നു. എന്തായിരുന്നു? ഇവിടെയുള്ള ധമനി, ലോമിക, സിര എന്നുള്ളതാണ്. അതിൽ ധമനി എന്ന് പറയുന്നത് കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തിയാണ്. അതിൽ രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു, ഹൃദയത്തിൽ നിന്ന് രക്തം പ്രവഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല കട്ടിയുള്ള ഭിത്തിയാണ്, അതേപോലെ ഇതിൻ്റെ അകത്ത് ഇലാസ്തികതയുള്ള ഭിത്തിയാണ്. അതുകൊണ്ടാണ് നമുക്ക് പൾസൊക്കെ അറിയുന്നത്. അതേപോലെ രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു, ഹൃദയത്തിൽ നിന്ന് ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകുന്നു. ലോമിക എന്ന് പറയുന്നത് ഈ ധമനിയെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ കുഴലുകളെയാണ് നമ്മൾ ലോമിക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് ചെറിയ ദ്വാരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്? ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. അതിപ്പോൾ ഈ കോശങ്ങളുടെ ഇടയിലൂടെ രക്തം കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ ലോമികളായിരിക്കും. ഇനി അടുത്ത വരുന്നത് സിരയാണ്. സിര എന്ന് പറയുന്നത് കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. വാൽവുകളുണ്ടാവും. സിരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാൽവുകളുണ്ട്. അതേപോലെ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളാണ് സിര എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 എണ്ണം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഇവിടെ ഒരു ടിഷ്യൂ ദ്രവം രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ഈ പറയുന്ന ധമനിയിലൂടെ ഹൃദയത്തിൽ നിന്ന് രക്തം വരികയാണ്. ആ രക്തം ധമനിയിൽ നിന്ന് കോശങ്ങളുടെ ഇടയിലൂടെ ഈ ലോമികളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇതിലെ ഒരു ഭാഗം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കൂടി ലീക്കായിട്ട് ഈ കോശങ്ങളുടെ ഇടയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ലീക്കായി പോയ കോശങ്ങളുടെ ഇടയിലേക്ക് പോയ ആ ദ്രാവകത്തിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞത് ടിഷ്യൂ ദ്രാവകം എന്ന് പറഞ്ഞത്. ഈ ടിഷ്യൂ ദ്രാവകം ഇങ്ങനെ ഈ കോശങ്ങളുടെ ഇടയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. സഞ്ചരിക്കുന്ന സമയത്ത് ഈ കോശങ്ങൾക്ക് വേണ്ട ഓക്സിജൻ കൊടുക്കുന്നു, കോശങ്ങളുടെ അടുത്തുനിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. അങ്ങനെ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് കയറുന്നത് ഈ കാണുന്ന പച്ച കളറിലുള്ള കുഴലുകളിലാണ്. പച്ച കളറിലുള്ള കുഴലുകൾ എന്ന് പറയുന്നത് ലിംഫാണ്. അപ്പോൾ ആ ലിംഫിൻ്റെ അകത്ത് വാൽവുകളുണ്ട്. അപ്പോൾ ഒരറ്റം അടഞ്ഞു കിടക്കുന്ന കുഴലുകളാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് വാൽവുകളുണ്ട്. വാൽവുകൾ തുറക്കുന്ന ടൈമിന് ഈ പറയുന്ന ടിഷ്യൂ ദ്രാവകം, കോശങ്ങളുടെ ഇടയിലുള്ള ടിഷ്യൂ ദ്രാവകം ലിംഫിലാണ് കിടക്കുക. അങ്ങനെ ലിംഫിലൂടെ ലിംഫ് വാഹിയിലെത്തിയിട്ട് അവിടെ നിന്ന് ഹൃദയത്തിലാണ് എത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇവിടെയൊക്കെ ലീക്കായി പോകുന്ന ഈ ബ്ലഡിനെ തിരിച്ച് ഹൃദയത്തിലെത്തിക്കുക എന്നുള്ള ധർമ്മമാണ് ലിംഫിനുള്ളത്. അപ്പോൾ ഇവിടെ തന്നു ലോമികളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ
രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങളുടെ ഇടയിലേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രാവകം എന്ന് പറഞ്ഞത്. കോശങ്ങളും ടിഷ്യൂ ദ്രാവകവും തമ്മിലാണ് എന്ത് നടക്കുന്നത്? പദാർത്ഥ സംവഹനം നടക്കുന്നതെന്ന് പറഞ്ഞു. ആ പറഞ്ഞതാണിപ്പം. അതേപോലെ ടിഷ്യൂ ദ്രവത്തിൻ്റെ ഒരു ഭാഗം എവിടേക്ക് കിടക്കുന്നുണ്ട്? ലിംഫ് ലോമികളിലേക്ക് കിടക്കുന്നു. ഇതാണ് ലിംഫ് എന്ന് പറയുന്നത്. ലിംഫിലൂടെയാണ് കൊഴുപ്പിൻ്റെ ദഹനഫലമായിട്ടുണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ സംവഹനം ചെയ്യപ്പെടുന്നത്. അത് നമ്മളിവിടെ പറഞ്ഞിരുന്നു. ലിംഫ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ലാക്റ്റിയൽ, ഇവിടെ പച്ച കളറിൽ കാണുന്നത്. അതിലേക്കാണ് നമ്മുടെ ഇവിടെയുള്ള ഈ പറയുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്തത് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ സംവഹനം ഏതിലൂടെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക? ലിംഫിലൂടെയാണ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ലിംഫ് വ്യവസ്ഥ ഇവിടെ തന്നിട്ടുണ്ട്. ആ ലിംഫ് വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലീൻ ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഹൃദയത്തിന് അടുത്തായിട്ട് വരുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ലിംഫിൽ എന്താണെന്നാണ് പറഞ്ഞത്? ചുവന്ന രക്തകോശങ്ങളില്ല. കാരണം ഇവിടെ ലീക്കാവുന്നതാണ്. ബ്ലഡിൻ്റെ രക്തത്തിലെ ഒരു ഭാഗം ലീക്കാവുന്നതാണ്. അപ്പോൾ ആ ദ്രാവകത്തിൽ രക്തകോശങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ രക്തകോശങ്ങളോ പ്രോട്ടീൻ തന്മാത്രകളോ ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്തിനാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലിംഫ് നോഡുകളിലൊക്കെ ഞാൻ പറഞ്ഞതാണ് ശ്വേതരക്താണുക്കളുണ്ട്. ഈ ശ്വേതരക്താണുക്കൾ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞ കാര്യം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ച ടിഷ്യൂ ദ്രവത്തിൻ്റെ രൂപീകരണം എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഭാഗം, ഈ ബോക്സാണ് എഴുതേണ്ടത്. പദാർത്ഥ വിനിമയത്തിൽ ടിഷ്യൂ ദ്രവത്തിൻ്റെ ഒരു പങ്കെന്ന് പറയുന്നത് എന്താണ്? കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് എന്തായിട്ട് നടക്കുന്നത്? പദാർത്ഥ സംവഹനം നടക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ലിംഫിൻ്റെ രൂപീകരണം പറഞ്ഞു. ലിംഫിൻ്റെ രൂപീകരണം എന്ന് പറഞ്ഞത് ടിഷ്യൂ ദ്രവത്തിൻ്റെ ഒരു ഭാഗം ലിംഫ് ലോമികളിലേക്ക് പ്രവേശിക്കുന്നു. അതിനെയാണ് നമ്മൾ ലിംഫ് എന്ന് പറഞ്ഞത്. പദാർത്ഥ സംവഹനത്തിൽ ലിംഫിൻ്റെ പങ്കെന്ന് പറഞ്ഞു. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും അതേപോലെ ദഹനഫലമായിട്ടുണ്ടായിരുന്ന ലഘുഘടകങ്ങൾ, കൊഴുപ്പിൻ്റെ ലഘുഘടകങ്ങളും ഇതിലൂടെയാണ് സംവഹനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതായിരുന്നു ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ. ഇനി അടുത്ത പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ധമനി, സിര, ലോമിക എന്നീ ഭിത്തികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു. അപ്പോൾ ആ ധമനി, സിര, ലോമിക എന്നിവയുടെ പ്രത്യേകത: ധമനി കട്ടി കൂടിയ എലാസ്തികതയുള്ള ഭിത്തി, ലോമിക ഒറ്റനിര കോശങ്ങൾ കൊണ്ടുള്ള ഭിത്തി, സിര എന്ന് പറയുന്നത് കട്ടി കുറഞ്ഞ ഭിത്തി. ഇനി ആ രക്തക്കുഴലുകളും രക്തപ്രവാഹത്തിൻ്റെ ദിശയും. സിര എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. ധമനി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു. ലോമിക എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഇടയിലൂടെ സിരകളുടെയും ധമനികളുടെയും ഇടയിലൂടെ രക്തം വഹിക്കുന്ന കുഴലുകളാണ്. ഇനി അടുത്ത വരുന്നത് രക്തപ്രവാഹത്തിൻ്റെ വേഗതയും മർദ്ദവും ഇവിടെ തന്നിട്ടുണ്ട്. സിരയിലൂടെ ഒഴുകുന്നത് എന്താണ്? കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ്. ലോമികയിലൂടെ ഒഴുകുന്നത് രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ്. അതേപോലെ ധമനിയിലൂടെ ഒഴുകുന്നത് ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലുമാണ്. വാൽവുകളുടെ സാന്നിധ്യം. ആകെ ഒന്നിൽ മാത്രമേ വാൽവുകളുള്ളൂ. അതേതാണെന്നാണ് പറഞ്ഞത്? സിരയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇവിടെ പറയുന്നത് പോർട്ടൽ സിരകളാണ്. പോർട്ടൽ സിര എന്ന് പറയുന്നത് ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. ഇത്തരം സിരകളെയാണ് നമ്മൾ പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണിത്, എന്നാലും ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോന്നു. അപ്പോൾ ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകഘടകങ്ങളെ കരളിലെത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ചെറുകുടലിൻ്റെ വില്ലസിനെ ഇവിടെ വലുതാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വില്ലസിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ പറഞ്ഞു. ഈ പച്ച കളറിലുള്ളത് ലാക്റ്റിയലാണ്, ലിംഫിൻ്റെ ശാഖ. അതേപോലെ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം ലോമിക എന്ന് പറഞ്ഞു. അപ്പോൾ ലോമികയിൽ എന്തായിരുന്നു? പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നുണ്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മളിവിടെ പോഷകഘടകങ്ങൾ ഏതാന്ന് കണ്ടതാണ്. ഇതാ ഇവിടെ കാണാം. പോഷകഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു എന്ന് പഠിച്ചു. അതൊക്കെ രക്തലോമികളിലേക്ക് ആഗിരണം ചെയ്തു. ഫാറ്റി ആസിഡ്, ഗ്ലിസറോള് ഈ പറഞ്ഞ ലാക്റ്റിയലിലേക്ക് ആഗിരണം ചെയ്തു. അപ്പോൾ അവ എങ്ങനെയാണ് ഇനി ഹൃദയത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ തന്നിരിക്കുന്നത്? ഈ വില്ലസിലേക്ക് ആഗിരണം ചെയ്ത ഈ പറയുന്ന രക്തലോമികളിലേക്ക് ആഗിരണം ചെയ്ത ഈ പറയുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് അതേപോലെ തന്നെ അമിനോ ആസിഡ് ഈ പറയുന്ന സിരയിലൂടെ ഇങ്ങനെ, ഇതിനെ നമ്മൾ പറയുന്ന പേര് പോർട്ടൽ സിര.
അപ്പോൾ കണ്ടോ, ഈ പോർട്ടൽ സിരയിലൂടെ എവിടേക്കാണ് വന്നത്? നമ്മുടെ കരളിലേക്ക് വന്നു. അപ്പോൾ ആദ്യം വരുന്നത് പോർട്ടൽ വില്ലസിൽ നിന്ന് പോർട്ടൽ സിരയിലൂടെ എവിടേക്കാണ് വന്നത്? കരളിലേക്ക് വന്നു. കരളിൽ നിന്ന് പോകുന്ന വഴിയുടെ പേരാണ് ഹെപ്പാറ്റിക് സിര. കരളിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണെന്നാ പറഞ്ഞത്? ഹെപ്പാറ്റിക് സിര. എന്നിട്ട് ഇവിടെ ഈ ഹെപ്പാറ്റിക് സിര പോയി അവസാനിക്കുന്നത് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് ഒരു മഹാസിര അല്ലേ? ആ മഹാസിരയിൽ പോയിട്ട് അവസാനിക്കുന്നു. മഹാസിര എവിടേക്കാണ് പോവുക? ഹൃദയത്തിലേക്കാണ് പോകുന്നത്. അപ്പം ആദ്യം എന്താണെന്നാ പറഞ്ഞത്? ഈ ദഹനമൊക്കെ കഴിഞ്ഞിട്ട് ആഗിരണം നടക്കുമ്പോൾ ആദ്യമുള്ള പോഷകഘടകങ്ങളെ ആഗിരണം ചെയ്ത് ഈ പറയുന്ന പോർട്ടൽ സിരയിലൂടെ എവിടെ എത്തി? കരളിലെത്തി. കരളിൽ നിന്ന് ഹെപ്പാറ്റിക് സിരയിലൂടെ എവിടെ എത്തുകയാണ്? ഹൃദയത്തിൻ്റെ അറകളിലേക്ക് എത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്തായിരിക്കും ചെയ്യുക? നമ്മൾ പഠിച്ചു, ഓക്സിജൻ അടങ്ങിയ രക്തമായിട്ട് തിരിച്ചു വന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓക്സിജനും പോഷകഘടകങ്ങളും എത്തുന്നു. അതേപോലെ നമ്മൾ പഠിച്ച ഒരു ഭാഗമായിരുന്നു വില്ലസിലെ ലിംഫിലേക്ക്, ലാക്റ്റിയലിൻ്റെ ഭാഗം ലാക്റ്റിയലിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. അത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിരുന്നു. അപ്പോൾ ആ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഈ പറയുന്ന ലാക്റ്റിയൽ ഏതിലേക്ക് മാറിയിട്ടുണ്ട്? ചെറു ലിംഫ് വാഹികളിലേക്ക് പോയി. അത് വലിയ ലിംഫ് വാഹിയിലേക്ക് എത്തി. ആ വലിയ ലിംഫ് വാഹിയും പോയിട്ട് അവസാനിക്കുന്നത് മഹാസിരയിലാണ്. മഹാസിര എവിടേക്കാണ് വരുന്നത്? ഹൃദയത്തിലേക്ക് വരുന്നു. അങ്ങനെയാണ് ഇത് രണ്ടും എവിടേക്ക് എത്തുന്നത്? ഹൃദയത്തിലേക്ക് എത്തുന്നത്. പോഷകങ്ങൾ ഹൃദയത്തിലെത്തുന്ന വഴിയാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു പര്യനത്തിന് നമ്മൾ പറയാം പോർട്ടൽ രക്തപര്യനം എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെയുള്ളത് കുടലിൽ നിന്ന് കരളിലേക്ക് കൊണ്ടുപോകുന്ന ആ സിരയുടെ പേര് പോർട്ടൽ സിര. അതുപോലെ കരളിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ ഹെപ്പാറ്റിക് സിര എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പോഷകങ്ങൾ എല്ലാ ഭാഗത്തും എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്തൊക്കെയായിരുന്നു? വില്ലസിലെ രക്തലോമികൾ. അപ്പോൾ ഇവിടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്ന് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ അമിനോ ആസിഡ് എന്നാണ് എഴുതിയത്. അമിനോ ആസിഡ് എന്ന് എഴുതി. ഗ്ലൂക്കോസ് വില്ലസിലെ രക്തലോമിയ. അതേപോലെ വില്ലസിലെ രക്തലോമികൾ എന്നേക്ക് എത്തുന്നത് പോർട്ടൽ സിര, കരള്, ഹെപ്പാറ്റിക് സിര. മഹാസിര, എന്നിട്ട് അത് ഹൃദയത്തിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ഫാറ്റി ആസിഡും ഇവിടെ ഉള്ളത് നമുക്കറിയാം ഗ്ലിസറോൾ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഇവിടെ കാണിച്ചിരിക്കുന്ന ലാക്റ്റിയൽ ലിംഫ് വാഹി എന്ന് കൊടുക്കാം. വില്ലസിലെ ലാക്റ്റിയൽ എന്നാണ്. അപ്പം ലാക്റ്റിയൽ കൊടുക്കുന്നു. ലാക്റ്റിയൽ എന്ന് കൊടുത്തു. ഇവിടെ കൊടുക്കേണ്ടത് ലിംഫ് വാഹി, എന്നിട്ട് മഹാസിര, ഹൃദയം, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നു. ഇനി അടുത്ത വരുന്നത് രക്തത്തെ അനുസൃതം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കണേ ഒരു പമ്പിൻ്റെ ആവശ്യമുണ്ട്. ഹൃദയമാണ് ആ ധർമ്മം നിർവഹിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഘടന എത്രത്തോളം അനുയോജ്യമാണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് ഹൃദയം സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണിത്. സ്റ്റേണം എന്ന് പറഞ്ഞു. ഈ പറയുന്ന വാരിയലുണ്ട്, അതുപോലെ പുറകിലായിട്ട് നട്ടലുണ്ട്. ഇതിനുള്ളിലായിട്ടാണ് നമ്മുടെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ഹൃദയത്തിൻ്റെ ഒരു ഇടത്ത് ഭാഗത്തേക്കാണുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് രണ്ട് സൈഡിലുമായിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞു? ശ്വാസകോശം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ പൊതിഞ്ഞിട്ടൊരു ആവരണമുണ്ട്, ഹൃദയത്തെ പൊതിഞ്ഞിട്ടൊരു ആവരണമുണ്ട്. ആവരണത്തിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞത് പെരികാർഡിയം. ഇരട്ട സ്ഥലമാണെന്ന് പറഞ്ഞു. ഇതിനുള്ളിലുള്ള ആ ദ്രാവകം എന്ത് ചെയ്യുന്നുണ്ട്? ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടാക്കാവുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആരുടെ ധർമ്മം എന്ന് പറഞ്ഞത്? ഇത് ശ്വാസകോശത്തിനിടയിലാണ് നിൽക്കുന്നത്. അപ്പം മറ്റ് അവയവങ്ങളിൽ നിന്നുള്ള ഘർഷണം അതേപോലെയുള്ള ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ക്ഷതങ്ങളിൽ നിന്നെല്ലാം എന്തിനെ സംരക്ഷിക്കുന്നുണ്ട്? ഹൃദയത്തെ സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ സ്ഥാനം പഠിച്ചു, എവിടെയാണുള്ളതെന്ന് പഠിച്ചു. എന്താണ് വാരിയലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഉള്ളിലായിട്ടാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഹൃദയത്തിൻ്റെ സംരക്ഷണം പെരികാർഡിയം എന്നുള്ളത് നമ്മൾ പഠിച്ചു. പെരികാർഡിയൽ ദ്രവത്തിൻ്റെ ധർമ്മം, പെരികാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത വരുന്ന ഹൃദയത്തിൻ്റെ ഘടനയാണ്. അപ്പോൾ ഇത് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒന്നും കൂടി പറയുകയാണ്. ഹൃദയം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഇവിടെ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിനെ 4 അറകളായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്.
അപ്പോൾ നമ്മളിവിടെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഹൃദയം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇതിനെ എന്ത് ചെയ്തു, ഇങ്ങനെ നടുക്ക് കൂടി ഒരു പേശി നിർമ്മിതമായ ഭിത്തി ഉണ്ടെന്ന് പറഞ്ഞു. ഈ പേശി നിർമ്മിതമായ ഭിത്തി എന്ത് ചെയ്തു, ഇതിനെ വലത് വശവും ഇടത് വശവുമായിട്ട് വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സൈഡ് ഇടതുവശം, ഈ സൈഡ് വലതുവശമാണ്. അപ്പോൾ ഇവിടെ ഈ വലതുവശത്തുള്ള രക്തവും ഇടതുവശത്തുള്ള രക്തവും തമ്മിൽ ഒരിക്കലും കൂടിക്കലരില്ല, ഈ പേശികൾ അവിടെ ഉള്ളതുകൊണ്ട്. ഇനി നമ്മൾ ഇവയ്ക്ക് ഒരു വശങ്ങൾ പറഞ്ഞു, വലത് ഇടതെന്ന് പറഞ്ഞു. മുകൾ ഭാഗത്തുള്ള അറകളെ നമ്മൾ എട്രിയം എന്ന് പറയുന്നു, താഴ്ഭാഗത്തുള്ള അറകളെ നമ്മൾ വെൻട്രിക്കിൾ എന്ന് പറയുന്നു. അപ്പം എന്തായിരിക്കും പറയാ, വലത് എട്രിയം, ഇത് വലത് എട്രിയം, ഇത് ഇടത് എട്രിയം, ഇത് വലത് വെൻട്രിക്കിൾ, ഇത് ഇടത് വെൻട്രിക്കിൾ. ഇങ്ങനെയാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പം 4 അറകളും പഠിച്ചു. അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക് 4 അറകൾ ഏതൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് വലത് എട്രിയം, ഇത് വലത് വെൻട്രിക്കിൾ, ഇടത് എട്രിയം, ഇടത് വെൻട്രിക്കിൾ. അടുത്തത് പോകേണ്ടത് എന്താണ്, ഇതിൻ്റെ വാൽവുകൾ. ഇതിൻ്റെ ഇടയിലായിട്ട് വാൽവുകൾ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന വലത് എട്രിയത്തിൻ്റെയും വലത് വെൻട്രിക്കിളിൻ്റെയും ഇടയിലായിട്ടൊരു വാൽവുണ്ട്. 3 ദളങ്ങളോട് കൂടിയ വാൽവാണ്. അതിനെ നമ്മൾ പറയുക ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയും. അപ്പോൾ ആദ്യം പറയുന്ന വാൽവിൻ്റെ പേര് ട്രൈകസ്പിഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞ വാൽവ് ഇതാണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, ട്രൈകസ്പിഡ് വാൽവ്. വാൽവിൻ്റെ ധർമ്മം എന്താണ്, രക്തത്തിൻ്റെ തിരിച്ചൊഴുക്ക് തടയുക. അപ്പം വലത്ത് എട്രിയത്തിൽ നിന്ന് രക്തം വരിക വലത്ത് വെൻട്രിക്കിളിലേക്കാണ്. ഈ രക്തം എങ്ങോട്ട് തിരിച്ചൊഴുകാൻ പാടില്ല, എട്രിയത്തിലേക്ക് തിരിച്ചൊഴുകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളതെന്നാണ് പറഞ്ഞത്, വാൽവുകൾ ഉള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വലത് എട്രിയത്തിൻ്റെയും വലത് വെൻട്രിക്കിളിൻ്റെയും ഇടയിലായിട്ടൊരു വാൽവുണ്ട്. അതിൻ്റെ പേരാണ് നമ്മൾ ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറഞ്ഞത്. ആ വാൽവ് വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം വലത് എട്രിയത്തിലേക്ക് തിരിച്ചൊഴുകുന്നത് തടയുന്നു. അതുപോലെ ഇടത്തെട്രിയം, ഇവിടെ ബീന്ന് കാണിച്ചത് ഇടത്തെട്രിയമാണ്. അതേപോലെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇടത്ത് വെൻട്രിക്കിളാണ്. ഇതിൻ്റെ ഇടയിലായിട്ടൊരു വാൽവ് ഉണ്ട്. അതിൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ബൈക്കസ്പിഡ് വാൽവ്. ബൈക്കസ്പിഡ് വാൽവും ഇതേപോലെ രക്തത്തിൻ്റെ തിരിച്ചൊഴുക്ക് തടയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വെൻട്രിക്കിളിൽ വന്ന രക്തം തിരിച്ചൊഴുകാൻ പാടില്ല. അപ്പോൾ ഇവിടെയുള്ള രക്തം കാർബൺ ഡൈ ഓക്സൈഡ് ഫുള്ളായിട്ടുള്ളതാണ്. ഇവിടെയുള്ള രക്തം ഓക്സിജനേറ്റഡ് ആണ്. അപ്പോൾ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞതാണ്, ഇത് ഓക്സിജൻ നിറഞ്ഞതാണ്. ഇടതുവശത്ത് ഓക്സിജൻ നിറഞ്ഞതും വലതുവശത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞതുമാണുള്ളത്. അതുപോലെ ഇവിടെ 2 രക്തക്കുഴലുകൾ കാണാം. വലത്ത് വെൻട്രിക്കിളിനെ കണക്ട് ചെയ്തിരിക്കുന്ന രക്തക്കുഴലിൻ്റെ പേരാണ് ശ്വാസകോശ ധമനി എന്ന് പറയുന്നത്. ഇടത്ത് വെൻട്രിക്കിളിനെ കണക്ട് ചെയ്ത് കിടക്കുന്ന രക്തക്കുഴലിൻ്റെ പേരാണ് അയോട്ട അല്ലെങ്കിൽ മഹാധമനി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 2 വാൽവുകളുണ്ട്, കാണുന്നുണ്ടല്ലോ. ആ വാൽവുകളുടെ പേരാണ് എന്ത് പറയുന്നത്, സെമി ലൂണാർ വാൽവ്. അപ്പോൾ ഇതിന് പറയുന്ന പേര് സെമി ലൂണാർ വാൽവ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, വലത്ത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്ന കുഴലാണ് ശ്വാസകോശ ധമനി. അപ്പോൾ വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം പോകുന്ന സമയത്ത് എങ്ങോട്ട് തിരിച്ചൊഴുകാൻ പാടില്ല, വീണ്ടും വലത് വെൻട്രിക്കിളിലേക്ക് തിരിച്ചൊഴുകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു രക്തക്കുഴലാണ് ഏതെന്ന് പറയുന്നത് ശ്വാസകോശ ധമനി എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുക, ഇടത്ത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന കുഴലാണ് മഹാധമനി. മഹാധമനി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു.